സ്ത്രീയുടെ സന്തതിയായി രേഖപ്പെടുത്തിയിരിക്കുക എന്നതിന്റെ അർത്ഥം അത് മനസ്സിലാക്കുന്നത് ആദമിൽ നിന്ന് ജനിച്ചവർക്കെല്ലാം ആദം ചെയ്ത പാപത്തിന്റെ അനന്തരഫലമായുള്ള ആത്മമരണം കണക്കിടുന്നുണ്ട്. All those people born in Adam, from the loins of Adam, imputed the sin of Adam. ആദത്തിന്റെ പാപം അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചുമത്തപ്പെട്ടിട്ടുണ്ട്. ജനിക്കുമ്പോൾ തന്നെ അവൻ പാപ സ്വഭാവമുള്ളവനായിട്ടാണ് ജനിക്കുന്നത്. He is born with a sinful nature. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. പാപം ഉള്ള സ്വഭാവം കൊണ്ട് ജനിക്കുന്നു. ആദമിൽ നിന്ന് ജനിച്ചാൽ യേശുക്രിസ്തുവിന്റെ ആ പാപം എന്ത് ചെയ്യും? ചുമത്തപ്പെടും. He will be imputed. അപ്പോൾ നമുക്ക് അവന് രക്ഷകനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവൻ സ്ത്രീയുടെ സന്ധ്യ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും. അവന്റെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. അവനെ കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല അവൻ ജനിച്ചത്. ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവാത്മാവാണ് അവനെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ കാരണാഭൂതമായത്. അവന്റെ പിതാവ് ദൈവമായ കർത്താവാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനായി തീർന്നത്. അവൻ ആ സമയത്ത് മനുഷ്യവർഗത്തിന്റെ സ്വഭാവവും അതോടൊപ്പം ദൈവ സ്വഭാവമുള്ളവനായിരുന്നവൻ ആ സ്വഭാവം സ്വീകരിക്കുക ചെയ്തത്. യേശുക്രിസ്തു ദൈവമായിരുന്നു. മനുഷ്യ സ്വഭാവം തന്നിൽ എടുക്കുന്നതിന് മുൻപേ അവൻ ആരായിരുന്നു? ദൈവമായിരുന്നു. സാക്ഷാൽ ദൈവമായിരുന്നവൻ. യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇൻ ദ ബിഗിനിങ് വാസ് വേർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനമായിരുന്നവനാണ് എന്ത് ചെയ്തത്? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ജഡം. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവൻ ജഡം ധരിച്ചു. വചനം ജഡമായി തീർന്നു, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ അനുഭവിച്ചതുമാണ് സാക്ഷി പറയുന്നത് എന്ന്. അപ്പോൾ യേശുക്രിസ്തു ജഡമായി വരുന്നതിന് മുൻപ് അവന്റെ നിത്യതയിൽ അവൻ ദൈവത്തിന്റെ സാരാംശവുമായി ദൈവത്തിന്റെ മുൻപാകെ സമ്മേളിച്ചിരുന്നവനായിരുന്നു. അവനാണ് ജഡമെടുത്തത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, human soul doesn't have that infinite value to redeem all human beings. രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന എല്ലാ മനുഷ്യരെ രക്ഷിക്കത്തക്കവണ്ണം നമ്മുടെ പ്രാണന് ശക്തിയില്ല. Not efficacious to save every person. നമുക്ക് ഒരാളെ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് മാത്രമേ കോടതിയിൽ പ്രതിപുരുഷനായി നിൽക്കാൻ കഴിയുള്ളൂ. ലോകത്തുള്ള എല്ലാവരുടെയും ശിക്ഷ നമുക്കേറ്റ് ഇവരെല്ലാം വെറുതെ വിടണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം we do not have worth that much. ഒരു മനുഷ്യന്റെ വിലയെ നമുക്കുള്ളൂ. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. He is God in flesh. അതുകൊണ്ട് he sacrifices infinite value. അതിന് അതുല്യമായ വിലയുണ്ട്. ഇന്ന് ഭൂമിയിലുള്ള 6 കോടി ജനങ്ങളും ഒരു ദിവസം രക്ഷിക്കപ്പെട്ടാലും അവരെ മുഴുവനും രക്ഷിക്കത്തക്കവണ്ണം അവന്റെ യാഗത്തിന് വിലയുണ്ടോ? That's what Christ came to die. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തത്? സ്ത്രീയുടെ സന്തതിയായി ജനിച്ച്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന, പാപം അറിയാത്തവനെ ദൈവം നമ്മൾ നിമിത്തം പാപമാക്കി. ചുറ്റുപാടൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുക. All these decorations and festivity point to a historical day. ഒരു ചരിത്ര ദിവസത്തിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? വിളിച്ചു കാണിക്കുന്നത്. A man, someone has born on a day. ചരിത്രത്തിൽ ഒരുവൻ ജനിച്ചിട്ടുണ്ട്. അവൻ മറ്റുള്ളവരെക്കാളെല്ലാം വ്യത്യസ്തനായിരുന്നു. ആ ചരിത്രമാണ് അവരെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്റ്റാർ കെട്ടുന്നതും ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴും ഒക്കെ അവിടെ ഹൃദയത്തിലേക്ക് സത്യത്തിന്റെ സുവിശേഷം അവരുടെ കണ്ണുകളെ തുറക്കുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം.
ഇത് ശ്രദ്ധയോടെ ചെയ്യുന്നെങ്കിൽ, ലുദിയ നദിക്കരയിൽ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തുണി കഴുകാൻ വന്ന ലിഡിയ എന്ന് പറഞ്ഞ അവള് ശ്രദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ ഹൃദയത്തെ ദൈവം തുറന്നുവെന്ന്. എന്തിന് എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇത് ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെടും. ആളുകൾ സ്പീക്ക് ചെയ്യും, why Christ has to come. അപ്പം അവൻ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് എന്ത് ചെയ്തത്? കർത്താവ് ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്തത്. പഴയ നിയമ പ്രവചനങ്ങളെ നിവൃത്തിയായി അവൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിലുണ്ടായി. അപ്പൊ അവൻ ജനിച്ചത് without the provision of a man. മനുഷ്യനെ കൂടാതെ അവൻ ഈ ഭൂമിയിൽ ജനിച്ചു. പുരുഷനെ കൂടാതെ അവൻ ഈ ഭൂമിയിൽ ജനിച്ചു. അവൻ ദൈവം ഈ മനുഷ്യ സ്വരൂപമെടുത്ത് നമ്മളിൽ ഒരുവനായി ഐഡന്റിഫൈ ചെയ്തു. Thus he became our substitute. നമ്മുടെ മറുവില കൊടുക്കേണ്ടതിന് നമുക്ക് തുല്യനായ ഒരു മനുഷ്യനെ പോലെയായി. അത് നമുക്ക് വീണ്ടെടുപ്പിന് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ദാസനെ പൗലോസ് പറയുന്നവർക്കും മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മാൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് തിമോത്തിയോസിന്റെ ലേഖനം 2-5 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. For there is one God and one mediator between God and mankind, the man Jesus Christ. നമ്മൾക്ക് മധ്യസ്ഥനായ ഏക കർത്താവ്, മധ്യസ്ഥൻ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ ഇന്റർസെസറി പ്രേ ചെയ്യും, ഏണസ്റ്റ്ലി നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് മറ്റൊരുവന്റെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയൊന്നും നമ്മുടെ പ്രാർത്ഥനകൾക്കില്ല. അവൻ നമ്മുടെ ശരീരമാകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ഒരുപക്ഷെ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. എന്നാൽ നമ്മൾ ആരല്ല? ക്രിസ്തുവിന് സമനായ മധ്യസ്ഥരല്ല. നമ്മൾ മധ്യസ്ഥ ചെയ്യുന്നവരാണ്. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് വിശേഷാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പോരാടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ലോകത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ സമാധാനത്തോടുകൂടെ പാർക്കണം. We pray that God would give them wisdom. ദൈവം അറിവ് കൊടുക്കണം. So they will be able to live and lead. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന മധ്യസ്ഥതയൊന്നും യേശു ക്രിസ്തുവിന്റെ റിഡംപ്റ്റീവ് മീഡിയേഷന് തുല്യമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം മധ്യസ്ഥരാണെന്ന് നമ്മൾ അവകാശപ്പെടുവാനും കഴിയില്ല. നമ്മുടെ മധ്യസ്ഥനായ കർത്താവ്, so he is the fully God and fully man, made an infinite sacrifice. അതുല്യമായ വിലകടിപ്പാൻ കഴിയാത്ത ഒരു യാഗം ഒരുക്കിയിട്ട് ആ യാഗത്തിൽ വിശ്വസിക്കുന്നവന്, അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷ നൽകേണ്ടതിനാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത്, അണ്ടർ ദ ലോ, ഹി ഈസ് ബോൺ അണ്ടർ ദ ലോ. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു എന്ന്. ന്യായപ്രമാണം എന്ന് പറയുമ്പം ദൈവത്തിന്റെ പ്രമാണങ്ങളെ കൽപ്പനകളാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കുന്ന ഒരുവൻ ആ ന്യായപ്രമാണം മുഴുവൻ അനുസരിപ്പാൻ ബാധ്യസ്ഥനാണ്. He is obliged to obey all those laws. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ ലോ ഗിവറാണെന്ന്, നിയമ കൊടുക്കുന്നവനാണ്. ബൈബിൾ പറയാം, ഗാഡ് ഈസ് ദ ലോ ഗിവർ. ദൈവമാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. ഗാഡ് ഈസ് ദ ജഡ്ജ്. ദൈവമാണ് ന്യായാധിപതി. ഗാഡ് ഈസ് ദ കിങ്. ന്യായവിധിക്ക് ലംഘിക്കുന്നവനെ ശിക്ഷിക്കുന്ന രാജാവുമാരാണ്? ദൈവമാണ്. അങ്ങനെയായിരുന്ന കർത്താവാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഭൂമിയിൽ വന്ന ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചത്. He is under the law. എല്ലാ ന്യായപ്രമാണ വ്യവസ്ഥകളും പാലിക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടവനാണ് ആര്? യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചപ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ടെക്നിക്കലി ഹീസ് എ സ്ലേവ് അണ്ടർ ദ ലോ. ഒരു ദാസനാണ് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകളെല്ലാം അവൻ പാലിച്ചു. ആക്റ്റീവ്ലി ആൻഡ് പാസീവ്ലി ഹി വാസ് ഒബീഡിയന്റ് ടു ദ ലോർഡ്.
കർത്താവ് തന്നെ പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അവന് സ്നാനത്തിന് വന്നപ്പോൾ അവനെ വിലക്കി യോഹന്നാൻ. അപ്പൊ കർത്താവ് ദൈവത്തിന്റെ സകല നീതിയും നിവർത്തിയാകേണ്ടതിന് നീ എന്നെ സ്നാനപ്പെടുവാൻ അനുവദിക്കണം. The Creator has come down to be baptized by a creature. സൃഷ്ടികർത്താവ്, സകലത്തിന്റെയും കാരണഭൂതനായവൻ ജഡത്തിൽ വന്ന് താൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ മുമ്പിൽ തലകുമ്പിട്ട് കൊടുത്തു സ്നാനപ്പെടുവാൻ. അത് ദൈവത്തിന്റെ കൽപ്പനയായതുകൊണ്ടാണ് അതവൻ അനുസരിച്ചു. ക്രൂശിലെ മരണത്തോളം ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനത്തിൽ, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നു. യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുക, അതിവ്യഥയോടെ പ്രാർത്ഥിച്ചു, പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. തന്റെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളാണ് അവിടെ വീണത്. Such an agonizing prayer. അവൻ പ്രാർത്ഥിച്ച പിതാവിനോട് പറഞ്ഞു, നിന്റെ ഇഷ്ടം നടക്കട്ടെ, എന്റെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായ കർത്താവ് ന്യായപ്രമാണത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും പാലിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപരഹിത ജീവിതം നയിച്ചു. The Son of God the Father came to this world and lived under the law. അവനെ മാറ്റി നിർത്തുന്നത് he was the lawgiver. നിയമം നൽകിയവനാണ് നിയമത്തിലൂടെ. But God, Jesus, perfectly, in a personal way, he obeyed all those conditions of the law. അതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നീതിക്ക് കാരണമായി തീർന്നത്. റോമാലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം രക്ഷയ്ക്കായി. And you believe in the Lord Jesus Christ, we will be saved. അടുത്ത വാചകം പറയുന്നത് നമ്മുടെ വായ കൊണ്ട് ഏറ്റു പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ നീതീകരണത്തിനായി. ഇന്ന് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരിക മാത്രമല്ല ചെയ്യുന്നത്, He declared that we are righteous before God. ദൈവത്തിന്റെ മുൻപാകെ നീതിമാന്മാരാണെന്ന് കൂടെ ദൈവം നമ്മളെ പ്രഖ്യാപിക്കുക. പാപം ക്ഷമിച്ചു തരികയല്ല മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെ കോടതിയിൽ പോയാൽ ജഡ്ജ് നമ്മളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. ജഡ്ജ് അയാൾ എന്ത് ചെയ്യാണ്? കുറ്റവിമുക്തനാക്കുകയാണ്. Declared to be innocent or free from the charged guilt. അവന്റെ പേര് ചാർജ് ചെയ്യപ്പെട്ട ചാർജുകളിൽ നിന്ന് ഇവൻ വിമുക്തനാണെന്ന് ഡിക്ലെയർ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ നമ്മുടെ പേര് ചാർജ് ചെയ്യുന്ന ആളെ. That's why the court acquitting a criminal. The same way God has forgiven our sin. നമ്മുടെ പാപത്തെ ദൈവം ക്ഷമിച്ചു തന്നു. അത് മാത്രമല്ല, ദൈവമായ പിതാവ് ന്യായാധിപതിയാണ്. ആ നീതിമാനായ ന്യായാധിപതി പറഞ്ഞു, ഇവന്റെ മേൽ എന്റെ പുത്രന്റെ നീതി ചുമത്താൻ പോവുകയാണ്. I'm going to impute the righteousness of my son upon this believing sinner. ആ വിശ്വസിച്ച് കടന്നു വരുന്ന പാപിയുടെ മേൽ അവന്റെ നീതി ചുമത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം തന്റെ പുത്രനിലൂടെ നമ്മെ കാണുകയാണ്. He declared us to be righteous. നീതിമാന്മാർ. നമുക്ക് അധ്വാനം കൊണ്ട് നേടാൻ കഴിയില്ലത്. പൗലോസ് ലേഖനോടും പറയാ, കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക്, ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക്, എഫെസസിലുള്ള വിശുദ്ധന്മാർക്ക്, ദൈവത്തിന്റെ സഭയില് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ വിശുദ്ധന്മാരെന്ന് കരുണാസമ്പന്നനായ ദൈവം അവന്റെ നീതി ചുമത്തി അവരെ പ്രഖ്യാപിക്കുന്നു. നമ്മളത് നീതിമാന്മാരായിരിക്കുന്നത്. നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നീതിമാന്മാരാകില്ല എല്ലായ്പ്പോഴും. We fail certain times. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അശുദ്ധൻ ഇനി എന്ത് ചെയ്യട്ടെ? അശുദ്ധൻ അവന്റെ ഒരു അവസ്ഥയാണ്, കണ്ടിന്യൂറ്റ് ചെയ്യുക. അടുത്ത് കഴിഞ്ഞിട്ട് അവൻ പറയാ, നീതിമാൻ അവന്റെ അവസ്ഥയാണ് നമ്മുടെ. ഇറ്റ്സ് അവർ പൊസിഷൻ ബിഫോർ ഗാഡ്. അവരോട് പറയാ നീതി ചെയ്യട്ടെ എന്ന്. നീതിമാന്മാരായ ദൈവത്തിന്റെ മക്കൾ നീതി പ്രവർത്തികൾ ചെയ്യാൻ സദാ സന്മനസ്സുള്ളവരായിരിക്കണം. നമ്മുടെ സൽപ്രവൃത്തികൾ ദൈവം നമ്മളിൽ വരുത്തിയ മാറ്റത്തിന്റെ തെളിവുകളാണ്. നമ്മെ തന്നെ സൽപ്രവൃത്തികളാൽ അലങ്കരിക്കാൻ നമുക്ക് കഴിയണം.
That's where we proclaim to the world the change, what a change God could bring in our heart and in the lives of people who believe in Him. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്തുമാത്രം മാറ്റമുണ്ടാകാം, കൊണ്ടുവരാൻ കഴിയും ദൈവത്തിന് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ രൂപാന്തരപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ട് പൗലോസ് റോമയിൽ എഴുതുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും. യേശുക്രിസ്തു എന്ത് ചെയ്തു? He was obedient to the Father actively and passively so that we cause our become the cause of our righteousness. നമ്മുടെ നീതിക്ക് അത് കാരണമായി തീർന്നു. One day പാപമുള്ള ലോകത്തിൽ നമ്മളെ മാറ്റപ്പെടും. പാപമുള്ള ഈ ശരീരത്തിൽ വസിക്കുന്ന ശരീരത്തിൽ നമുക്ക് രൂപാന്തരം സംഭവിക്കും. Then there will be no more sin. Then there will be no more struggle in the body. ശരീരത്തിൽ പിന്നൊരു ബാറ്റിൽ ഇല്ല. കാരണം that body will have no passion of the flesh. ജഡത്തിന്റെ യാതൊരു ഇംഗിതങ്ങളും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല. The Lord God will make it new, glorious. ആ ശരീരം നമുക്ക് നൽകുന്നവരെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ജഡം വസിക്കുന്നുണ്ട്. Sometimes the battle is so strong. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടെന്ന് വിചാരിച്ചാലും എന്ത് ചെയ്യും? ദേഷ്യപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ പറയണ്ടായിരുന്നു ചിന്തിച്ചാലും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. നമ്മളാരും മനഃപൂർവ്വമായിട്ട് അതിലേക്ക് നടന്നെടുക്കുന്നില്ല. We do not walk into evil willfully. മനസ്സൊരുക്കി ഈ ദുഷ്ടതയിലേക്ക് നടത്തുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കണം. We may commit evil. That does not mean that we walk into it willfully. മനസ്സും ശരീരവും ഒക്കെ ഒരുക്കി ദുഷ്ടതയിലേക്ക് പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ പഴയ ജഡത്തിന്റെ ഇഷ്ടങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനെ മരുക്കി അതിന്മേൽ അതിജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തി ഈ മൺപാത്രങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. പൗലോസ് പറഞ്ഞ അത്യന്തം പരമായ ശക്തി ഈ മൺപാത്രങ്ങൾ പകർന്നു തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ജഡത്തെ കീഴ്പ്പെടുത്തി ദൈവത്തിന് പ്രസാദമായി ജീവിക്കേണ്ടതിന്. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച ക്രിസ്തു സകലത്തെയും അവൻ എന്ത് ചെയ്തു? അവൻ അനുസരിച്ചു. ജസ്റ്റ് എ സ്റ്റുഡന്റ് അണ്ടർ ദ ലോ. അവൻ അതനുസരിച്ചത് കൊണ്ട് നമുക്ക് നീതിയായി പോയി. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ സമ്പൂർണതയിൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം പ്രിപ്പയർ ചെയ്തു. അവൻ സ്ത്രീയുടെ സന്തതിയാണ് ആയിട്ട് വന്നത്. നമുക്ക് രക്ഷകനായി തീരേണ്ട അവൻ മനുഷ്യന്റെ പാപ സ്വഭാവമുള്ളവനായിരുന്നാൽ നമുക്ക് രക്ഷകനായിരിക്കാൻ കഴിയുകയില്ല. ഇത് കേവലം മനുഷ്യനും നമ്മെ അത്രയും വില കൊടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് he should be a God man. അവനൊരു ദൈവ മനുഷ്യനാകണം. God took human nature. നമുക്ക് യാഗമായി തീർന്നു. അവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചു. ആ അനുസരണം അവന് നീതി, നമ്മൾ നീതീകരിക്കപ്പെടുന്ന കൃപയാൽ വിശ്വാസം മൂലമാണ്. Each one of us are righteous by faith through grace. കൃപയാൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആക്സസ് ഉള്ളത്. കർത്താവ് കൃപയാൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടവരല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടവനാണ്. അതാണ് നമ്മുടെ നീതിക്ക് കാരണമായി തീർന്നത്. ആ കർത്താവ് നമുക്ക് ആശ്രയിക്കാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ നമ്മൾ ചിലരെങ്കിലും കണ്ടുമുട്ടും. ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ടാകും, പ്രസന്റുകൾ കൊടുക്കുന്നവരുണ്ടാകും. അവർ കൊടുക്കുമ്പോൾ അവരോട് നമുക്ക് ചോദിക്കാൻ കഴിയും, ഈസ് റിയലി ഇൻ മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്? നീ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം നിന്റെ ജീവിതത്തിലുണ്ടോ? റിയലി നീ അണ്ടർസ്റ്റാൻഡ് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തു യേശുവിന്റെ ജനനം എന്തിനെന്ന് ശരിക്കും നീ ഓർക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവരോട് പറയണു, ക്രിസ്തു ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടതിന് വേണ്ടി അല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. അതിന് നമ്മുടെ ജന്മദിനങ്ങൾ മതി, നമ്മുടെ ഗൃഹപ്രവേശനങ്ങൾ മതി, നമ്മുടെ വിവാഹങ്ങൾ മതി നമുക്ക് ഗിഫ്റ്റുകൾ സ്വീകരിക്കേണ്ടതിന്, കൊടുക്കേണ്ടതിന്. ക്രിസ്തു വന്നത് മാനവജാതി, പാപത്തിൽ അടിമപ്പെട്ട മാനവജാതിയെ അവന്റെ പ്രാണൻ കൊടുത്ത് വീണ്ടെടുക്കേണ്ടതിന് ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. നീ അവനെ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. കർത്താവിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം അവന്റെ കൃപയാൽ ദൈവമക്കളായതിൽ എത്ര പ്രാഗൽഭ്യമുള്ളവരാണ്. How much blessed we are, how much privileged we are. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. We have an inheritance in heaven. സ്വർഗത്തിൽ നമുക്ക് ഒരു അവകാശമുണ്ട്. മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത, കോട്ടമില്ലാത്ത ഒരു അവകാശം ദൈവം സൂക്ഷിക്കുന്നുണ്ട്. അത് ഞാനും നിങ്ങൾ ഒരു ദിവസം പ്രാപിക്കും.
ഇന്നും നമ്മൾ സ്ട്രഗിളുണ്ട്, ഉപദ്രവങ്ങൾ സഹിക്കുന്നുണ്ട്, കഷ്ടതകൾ സഹിക്കുന്നുണ്ട്, അതിക്ഷേമങ്ങൾ ഏൽക്കുന്നുണ്ട്. പക്ഷെ one day that all will be gone. അപ്പുറത്ത് നമുക്ക് മഹത്വത്തിന്റെ ക്രിസ്തുവിനോടുകൂടെ മഹത്വത്തിൽ നമുക്ക് വാഴുവാൻ കഴിയും. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മടങ്ങി പോകുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ മടങ്ങി പോകാൻ ദൈവം ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരങ്ങളെല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച കടന്നു വരികയും കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സത്യത്തിൽ വഴി നടത്തി ദൈവത്തിന് വേണ്ടി നിലനിർപ്പാൻ ഇടയാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് കാലയളവിൽ ചില ആളുകളോട് സുവിശേഷം പറയുവാൻ, ചില ആളുകളെ ധൈര്യപ്പെടുത്തുവാൻ, ചില ആളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് വിശേഷാൽ ദൈവശക്തി നമുക്ക് തന്നു ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നുവരുവരെയും കൃപയെ സൂക്ഷിപ്പാൻ പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി ബെച്ചിയുടെ പിതാവ്